കക്കാടംപൊയിലെ മിസ്റ്റി ഹൈഡ് ഔട്ട് റിസോർട്ടാണ് കേട്ടോ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വില്ലയിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഉള്ളത്. ഹെവൻ എന്നാണ് കേട്ടോ ഇതിന്റെ പേര് വരുന്നത്. ഇതിൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പുറമേയുള്ള ഈ ഒരു മനോഹരമായ വ്യൂവിലുള്ള ബാൽക്കണിയാണ് കേട്ടോ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ബാൽക്കണിയിൽ നമുക്ക് ഈ ഒരു മൗണ്ടൻ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഭംഗിയായിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒന്നാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. അത്യാവശ്യം വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. നമുക്ക് പുറത്തോട്ടൊരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്, AC ഉണ്ട്. നമുക്ക് ഈ ഒരു വശത്തേക്ക് പോവുകയാണെങ്കിൽ ബാത്റൂം കണ്ടില്ലേ, വിശാലമായ ഒരു റൂമിന്റെ വലിപ്പത്തിലുള്ള ബാത്റൂമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബാത്ത് ടബ് കൂടി വരുന്നുണ്ട്. ഈ ഒരു വശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുവശങ്ങളിലായിട്ട് സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു ബാത്റൂം കൂടി വരുന്നുണ്ട്. നേരെ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ബെഡ്റൂം ഇവിടെയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ റൂമിന്റെ സൈഡിൽ നിന്ന് മുകൾ വശത്തായിട്ട് ഒരു ബെഡ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വില്ലയുടെ ഏറ്റവും താഴത്തായിട്ടാണ് ക്യാരം ബോർഡൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് ഇതിന്റെ പൂളൊന്ന് കണ്ടു നോക്കാം. 7 മീറ്റർ വീതിയും 14 മീറ്റർ നീളവും, അതായത് കിഡ്സ് പൂൾ അടക്കം 14 മീറ്റർ നീളവുമുള്ള ഒരു പൂളാണ് കേട്ടോ. പൂളിൽ നിന്നുള്ള മനോഹരമായ ഒരു വ്യൂ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പൂൾ നമുക്ക് നേരത്തെ പറഞ്ഞ 2 ബെഡ്റൂമുള്ള ഒരു ഹട്ടില്ലേ, അതിലേക്ക് നമുക്ക് കോമൺ ആയിരിക്കും കേട്ടോ പൂൾ വരുന്നത്. അതായത് 3 വില്ലകൾ കൂടി ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ആ 3 വില്ലകൾ കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പൂള് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹട്ടിലുള്ളവർക്കായിട്ടും അതുപോലെ തന്നെ ആ ഒരു നേരത്തെ പറഞ്ഞ നമ്മൾ 2 ബെഡ്റൂമുള്ള ഹട്ടിലുള്ളവർക്കും കൂടി സെപ്പറേറ്റ് ആയിട്ട് സമയം കൊടുക്കുകയാണ് ചെയ്യുക. അതായത് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പ്രൈവസി ടൈം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഫ്രീ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും പൂളിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 സെപ്പറേറ്റ് വില്ലകളുണ്ട്, അത് നമുക്ക് കാണാം. അതെല്ലാം തന്നെ സെപ്പറേറ്റ് സ്ഥലങ്ങളിലാണ് കേട്ടോ. അതായത് അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നവർക്കാണെങ്കിലും പൂർണ്ണമായിട്ടും പ്രൈവസിയോട് കൂടി തന്നെ താമസിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്ന അടുത്ത വില്ലയാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ നമുക്ക് ഒരുപാട് ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഒരു ഗാദറിംഗ് ഏരിയ തന്നെയുണ്ട്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിലവിൽ മഴയും കാറ്റും ഒക്കെ ആകുമ്പോൾ ക്യാമ്പ് ഫയർ ഒന്നും പോസിബിൾ ആയിരിക്കില്ല. നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ ഒരു സിംഗിൾ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ക്രസ്റ്റ എന്നാണ് ഈ ഒരു വില്ലയുടെ പേര് വരുന്നത്. ഇതിൽ നമുക്ക് 3 പേർക്ക് ഇൻക്ലൂഡ് ആവാം. 5000 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ക്രിസ്റ്റയുടെ ബാൽക്കണിയിലാണ് ഞാനുള്ളത്. ഒരു ഫോറസ്റ്റ് ആംബിയൻസിലുള്ള ഒരു റൂം തന്നെയാണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ തങ്ങാം. നമുക്കിവിടെ AC വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ഒരു വൃത്തിയുള്ള ബാത്റൂം കൂടിയുണ്ട്. അടുത്ത സിംഗിൾ ബെഡ്റൂം വില്ലയിലേക്കാണ് നമ്മൾ പോകുന്നത്. സഫയർ ആണ് കേട്ടോ. ഇത് നമുക്ക് ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം കേട്ടോ പോകാൻ. നേരെ നമ്മൾ റൂമിന്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണിയിൽ നിന്നും നല്ല മൗണ്ടൻ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഈ ഒരു വില്ലയിൽ നമുക്ക് 5000 രൂപയാണ് കേട്ടോ വരുന്നത്. 3 പേർക്ക് ഇതിൽ ഇൻക്ലൂഡ് ആവാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. അടുത്തത് നമ്മൾ 3ാമത്തെ വില്ലയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഒയാസിസിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. ഫോറസ്റ്റ് വൈബിലായിട്ടാണ് കേട്ടോ ഈ ഒരു വില്ല ഉള്ളത്. നമുക്ക് ഇവിടെ ഒരു ഇരിക്കാനൊക്കെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. താഴ്ഭാഗത്ത് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. ഒരു പ്രത്യേക വൈബിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുറ്റും ഫോറസ്റ്റ് ആണ്, അതിൻ്റെ ഉള്ളിലൊരു റൂം. നേരെ നമ്മൾ റൂമിന്റെ ബാൽക്കണിയിലാണ് എത്തിയിരിക്കുന്നത്. മുന്നിലൂടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. റൂമിന്റെ ഉൾവശം നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന ഒരു റൂമാണ് കേട്ടോ. 3 പേർക്ക് 4500 രൂപയാണ് ചാർജ് ആക്കുന്നത്. ഇതിൽ AC ഇല്ല കേട്ടോ, നോൺ AC ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പുറത്തോട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാടിന്റെ വ്യൂ ആണ്. നമുക്കിനി കോമൺ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് പോകാനുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് 2 വശത്തായിട്ട് നമുക്കൊരു ബാൽക്കണി രൂപത്തിലും സെറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ബുക്കിങ്ങിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾ എത്ര പേരുണ്ട് എന്നത്തേക്കാണ് നോക്കുന്നത് അനുസരിച്ചായിക്കോട്ടോ എമൗണ്ട് വരുന്നത്. നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് വേണോ അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണോ എന്നുള്ളതൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് പ്രൈസ് പറയാൻ ഒക്കുകയുള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിലും ഇൻക്ലൂഡ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് 6 മുതൽ 17 സീറ്റ് വരെയുള്ള ട്രാവലറാണ് എത്തുന്നത് കേട്ടോ. ഇനി വലിയ ബസ്സിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ താഴെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചതിന് ശേഷം ജീപ്പ് സർവീസ് ആയിരിക്കും കേട്ടോ. ഒരു ജീപ്പ് സർവീസിന് 300 രൂപയാണ് കേട്ടോ ഇവിടേക്ക് പിക്കപ്പ് മാത്രം വരുന്നത്. കൂടുതൽ റിസോർട്ട് വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായി.